നമസ്കാരം, എൻ്റെ പേര് അതുൽ എന്നാണ്. ഞാൻ കൊച്ചിൻ ബ്രാഞ്ചിലെ പാനസോണിക്കിൽ നോർത്ത് കേരള ടീം ലീഡാണ്. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വാഷിംഗ് മെഷീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നോർമലി വാഷിംഗ് മെഷീനെ കുറിച്ചിട്ട് പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ 3 തരത്തിലുണ്ട്. സെമി ഓട്ടോമാറ്റിക്, ടോപ്പ് ലോഡ്, അതേപോലെ തന്നെ ഫ്രണ്ട് ലോഡ്. അപ്പം ഇതിൽ തന്നെ നമുക്ക് പ്രീമിയം ബ്രാൻഡ്സിലൊരു ബ്രാൻഡാണ് പാനസോണിക് വരുന്നത്. അപ്പോൾ നമുക്കിന്നൊരു പാനസോണിക്കിൻ്റെ ടോപ്പ് ലോഡിനെ കുറിച്ചിട്ട് പരിചയപ്പെടാം. അപ്പം എന്തുകൊണ്ട് നമ്മളൊരു പാനസോണിക്കിൻ്റെ ടോപ്പ് ലോഡ് ചൂസ് ചെയ്യണം, അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു കുറച്ച് യുണീക്ക് ആയിട്ടുള്ള പാനസോണിക്കിന് മാത്രം വരുന്നൊരു ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഞാനിന്ന് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പാനസോണിക്കിൻ്റെ മിറൈനെ കുറിച്ച് സംസാരിക്കാം. മിറൈ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഒരു നമുക്ക് മൊബൈലും വാഷിംഗ് മെഷീനും തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യാൻ പറ്റും ത്രൂ ഇൻ്റർനെറ്റ്. അതിലൂടെ നമുക്ക് സ്റ്റെയിൻ വാഷ് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റെയിൻ മാസ്റ്റർ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ വരും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കുറച്ചൊരു ക്ലോത്തിനകത്ത് ഡംപ് ചെയ്തു, അതിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക കുറച്ച് സ്റ്റെയിൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റെയിൻ പലതരത്തിലുണ്ടാവും. ഇങ്ക് സ്റ്റെയിൻസ് ഉണ്ടാവും, ചിലപ്പം വേറെ തരത്തിൽ ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും കറിയോ അച്ചാറോ അതേപോലത്തെ പലതരത്തിൽ സ്റ്റെയിൻസ് ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റെയിൻ മാസ്റ്റർ പ്ലസ്സിൽ നമ്മൾ തുണി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് സെൻസ് ചെയ്യും, തുണി സെൻസ് ചെയ്യും, വാഷിംഗ് മെഷീൻ സെൻസ് ചെയ്യും ഇതിൽ ഏത് പ്രോഗ്രാമാണ് നമുക്ക് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് സ്റ്റെയിൻ മാസ്റ്ററെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ മിറ വെച്ചിട്ട് നമുക്ക് വാഷിങ്ങിൻ്റെ ടൈം അതേപോലെ തന്നെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് AG ഫോം വാഷ് എന്ന് പറയും. അതായത് പാനസോണിക് വാഷിംഗ് മെഷീനിൽ എങ്ങനെയാണ് നമ്മൾ സോപ്പ് എടുക്കാമെന്ന് വെച്ചാൽ, നോർമലി വാഷിംഗ് മെഷീൻ ഡയറക്റ്റ്ലി ടബിലേക്ക് എടുക്കും. പക്ഷെ നമ്മളത് ഈ വാഷിംഗ് പൗഡേഴ്സിനെ അല്ലെങ്കിൽ വാഷിംഗ് ഡിറ്റർജൻറ്റിനെ ഫോം ആക്കി അതാണ് ഡയറക്റ്റ്ലി ക്ലോത്തിലേക്ക് കോണ്ടാക്റ്റ് വരിക. സോ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തത് നമ്മൾ ഹീറ്റർ മോഡൽസിനൊക്കെ സ്റ്റെയിൻ മാസ്റ്റർ പ്ലസിൽ ഓപ്ഷൻ വരും. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാ പ്രോഗ്രാംസും അല്ലെങ്കിൽ ചില സെലക്റ്റഡ് പ്രോഗ്രാംസിൽ 90% നമുക്ക് ജെയിം ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത് വരുന്നൊരു പ്രോഗ്രാമാണ് ഡൈനാമിക് സ്പിൻ എന്ന് പറയും നമ്മുടെ ഓപ്ഷനിൽ. ഡൈനാമിക് സ്പിൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ ഓൾമോസ്റ്റ് ഒരു ബാക്കിയുള്ള വാഷിംഗ് മെഷീൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ 20% എക്സ്ട്രാ എഡീഷണൽ ആയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് കിട്ടും. അതൊരു ബെനിഫിറ്റാണ്. അതേപോലെ തന്നെ വേറൊരു ഫീച്ചറാണ് നമ്മളെ മോട്ടറിനെ കുറിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പലതരത്തിലുള്ള കിലോയിലായിരിക്കും നമ്മൾ വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്യുക. ചിലവർ 8 kgs വരും, ചിലത് 9 kgs വരും. സോ നമ്മൾ പാനസോണിക്കിൽ വരുന്ന സമയത്ത് നമ്മളത് ഹെവി ഡ്യൂട്ടി മോട്ടറാണ് വരുന്നത്. ഈ ഹെവി ഡ്യൂട്ടി മോട്ടർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കോമ്പറ്റീഷൻ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്സിനും 7 kg പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കറക്റ്റ് 7 kg അതല്ലാന്നുണ്ടെങ്കിൽ 5 kg 6 kg 6.5 എത്തുന്ന സമയത്ത് തന്നെ നമുക്കതിൻ്റെ അലാറം അടിയും. ഓവർലോഡ്